ഏവർക്കും മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. കോളാരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മറ്റൊരു സംരംഭമായ കെ-ഫെനിയുടെ ഉൽപാദന കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം പരിയാരത്ത് സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ സജിത്ത് ബാബു നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ആദ്യം ശിലാസ്ഥാപനം നടത്തുന്നത് പക്ഷേ ഇവിടെയാണ്. അപ്പോൾ അതിന് കോളാരി സർവീസ് സഹകരണ ബാങ്കിനെയും അതിന്റെ സാരഥികളെയും അതിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും ഒപ്പം തന്നെ അതിന്റെ പ്രസിഡന്റായിട്ടുള്ള ഭാസ്കരൻ മാഷിനെയും സഹകരണ വകുപ്പിന്റെ പേരിലുള്ള ഏറ്റവും വലിയ അഭിനന്ദനം അറിയിക്കുകയാണ്. കർഷകർ മാത്രമല്ല, ഇപ്പോ വളരെ ഒരു ജോലിയില്ലാത്ത നമ്മുടെ ഒരു ജോലിക്ക് പോകാൻ കഴിയാം ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്ക് പോലും ഒരുപക്ഷെ കശുമാവ് തോട്ടങ്ങളിൽ സാധാരണ കശു വണ്ടി എടുത്ത ശേഷം മാങ്ങ വലിച്ചെറിയുന്നുണ്ട്. അതെടുത്തുകൊണ്ട് വന്ന് ഈ സംഘത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു തുകയാണ്. ഞങ്ങൾ ആ തുക ഒരുപക്ഷെ നിങ്ങൾ ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചാൽ മതി. ഞങ്ങളൊരു മിനിമം തുക സംഘങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്രയും കൊടുക്കണം. 1 കിലോയ്ക്ക് എത്ര രൂപ കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറഞ്ഞത് 10 രൂപ 1 കിലോയ്ക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ വെറുതെ കളയുന്ന കശുമാങ്ങ കുറഞ്ഞത് 10 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട കുടുംബത്തിന് അത്യാവശ്യം ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കശുമാങ്ങയിൽ നിന്നും മറ്റു പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന സംരംഭങ്ങൾ ആരംഭിക്കാൻ സംസ്ഥാനത്തെ 13 സഹകരണ സ്ഥാപനങ്ങളെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. അതിലൊന്ന് മട്ടന്നൂരിലെ കോളാരി ബാങ്കാണ്. കർഷകർക്ക് മിതമായ കാശ് ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരമൊരു പ്രൊജക്ട് സഹകരണ മേഖലയിൽ ആരംഭിച്ചിട്ടുള്ളത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഉൽപാദനത്തിനായുള്ള പ്ലാന്റ് ആണ് പരിയാരത്ത് ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള 1.5 ഏക്കർ സ്ഥലത്ത് ആരംഭിക്കുന്നത്. കെ ശ്രീലത, ടി കെ സിജിൽ, ശ്രീജേഷ് കായലൂര്, പി ശ്രീജ, എം കെ സൈബുന്നീസ, കെ വി പ്രതീഷ്, കെ ടി ചന്ദ്രൻ, എൻ സത്യാനന്ദൻ, ടി കെ പരിയാരം, കെ വി ബാലകൃഷ്ണൻ, പി കെ വാസു എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി അജയൻ സ്വാഗതവും ബാങ്ക് വൈസ് പ്രസിഡന്റ് ജി ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു. 30% വീര്യമുള്ള മദ്യം നിർമ്മിക്കാനാണ് എക്സൈസ് വകുപ്പിന്റെ അനുമതി. 2 തരം മദ്യമാണ് ഉൽപ്പാദിപ്പിക്കുക. ബിയറിന് തുല്യമായ വീര്യമുള്ള ഫെനിയും 30% വീര്യമുള്ള ഫെനിയുമാകും ആദ്യഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുക. ഇവ വ്യത്യസ്ത രുചിഭേദങ്ങളിലാകും വിപണിയിൽ എത്തിക്കുക. കൺസ്യൂമർ ഫെഡ് വഴി ശേഖരിച്ച് ബെബ്കോ ഔട്ട്ലെറ്റ് വഴി വിൽപ്പന നടത്തും. വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കാൻ അനുമതി ലഭിച്ചാൽ വീര്യം കൂടിയത് കൂടി നിർമ്മിക്കുകയാണ് ബാങ്കിന്റെ ലക്ഷ്യം. സത്യം പറഞ്ഞ ടോപ്പ് വെൽ എത്തിയപ്പോഴാ എനിക്കൊരു ആശ്വാസമായത്. എന്ത് രസമായിട്ടാ ഒക്കെ ഒരുക്കിയിരിക്കണേ. ഷോറൂം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. സിമ്പിൾ ആൻഡ് എലഗന്റ്. കറക്റ്റ്. അവിടുത്തെ ഓരോ ആഭരണങ്ങളും പോലെ എലഗന്റ് അല്ലേ അമ്മ? അപ്പോ മോൾക്ക് മൊത്തത്തിൽ ഇഷ്ടമായിന്നാണ് അർത്ഥം അല്ലേ? എന്തോ ഒരു സംശയം. ടോപ്കോ എനിക്ക് ടോട്ടലി ഇഷ്ടമായി. മാത്രമല്ല അവരുടെ കസ്റ്റമർ അപ്രോച്ച്, ഇറ്റ്സ് റിയലി കമൻഡബിൾ. ടോപ്കോ ജ്വല്ലറി, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.